Hey everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പാർട്ട് 2 ആണ്. അതായത് ഗാമീറ്റോജെനസിസ് മുതലുള്ള പോർഷൻ. ഫസ്റ്റ് നമുക്ക് ഗാമീറ്റോജെനസിസ് ഇൻ മെയിൽസ് നോക്കാം. മെയിൽസിലെ ഗാമീറ്റോജെനസിസിന് പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ്. ഇത് പ്യൂബർട്ടി ടൈമിലാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഈ സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് എണ്ണം ഉണ്ടാവും. ദെൻ അതിലെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന ചില സെൽസ് മിയോസിസ് 1 അണ്ടർഗോ ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് മിയോസിസ് 2, അതായത് മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസിന് സിമിലർ ആണല്ലോ. അങ്ങനെയുള്ള ഡിവിഷൻ മിയോസിസ് 2 അണ്ടർഗോ ചെയ്തിട്ട് സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. ദെൻ ഓരോ സ്പെർമാറ്റിഡ്സും സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയി മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. സ്പെർമിയോജെനസിസിന് ശേഷം ഓരോ സ്പേം ഹെഡ്സും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള സെർട്ടോളി സെൽസിൽ എംബെഡ് ചെയ്തിട്ട് സെംനിഫറസ് ട്യൂബ്യൂൾസ് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെനസിസ് പ്യൂബർട്ടി ടൈമിൽ ഉണ്ടാവാൻ കാരണം എക്സസ് സിക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. അതൊരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് 2 ഗൊണാഡോട്രോപ്പിൻസിനെ സിക്രീറ്റ് ചെയ്യിപ്പിക്കും. ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ LH ആൻഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. LH ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് ആൻഡ്രജൻസിന്റെ സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യും. ആൻഡ്രജൻസ് ആണ് സ്പെർമാറ്റോജെനസിസിന്റെ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്തിട്ട് സ്പെർമാറ്റോജെനസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് സിക്രീറ്റ് ചെയ്യും. സ്പേമിന് മെയിൻ ആയിട്ട് 4 പോർഷൻസ് ആണുള്ളത്: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില്. സ്പേമിന്റെ ഹോൾ ബോഡി ഒരു പ്ലാസ്മ മെംബ്രെയിൻ വെച്ച് എൻവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്പേം ഹെഡിൽ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ആന്റീരിയർ പോർഷനിൽ ഒരു ക്യാപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ആക്രോസോം എന്ന് പറയുന്നത്. ആക്രോസോം ഫെർട്ടിലൈസേഷന്റെ ആക്രോസോമിൽ എൻസൈംസ് ഉണ്ട്. അത് ഫെർട്ടിലൈസേഷന്റെ ടൈമിൽ ഹെൽപ്പ് ചെയ്യും. മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ ആണ് ടെയിലിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് ടെയിൽ മൂവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. നോർമലി ഹ്യൂമൻ ബീയിങ്സിൽ 200 to 300 മില്യൺ സ്പേംസ് ആണ് കോയിറ്റസിന്റെ ടൈമിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് 60% സ്പേംസിന് നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 40% സ്പേംസിന് വിഗറസ് മോട്ടിലിറ്റിയും ഉണ്ടായിരിക്കണം. അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ആക്സസറി ഡക്സിന്റെ സിക്രീഷനെ സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത് എന്ന്. സെമിനൽ പ്ലാസ്മയും സ്പേംസും കൂടിയിട്ടുള്ള ഫ്ലൂയിഡിനെ ആണ് സീമൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീമെയിൽ ഗാമീറ്റോജെനസിസിലേക്ക് കടക്കാം. ഫീമെയിൽ ഗാമീറ്റോജെനസിസിനെ oogenesis എന്നാണ് പറയുന്നത്. സ്പെർമാറ്റോജെനസിസും oogenesis തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സ്പെർമാറ്റോജെനസിസ് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ oogenesis എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എംബ്രിയോണിക് സ്റ്റേജിൽ ഓരോ ഓവറിയിലും മില്യൺസ് ഓഫ് ഊഗോണിയ ഫോം ചെയ്യുന്നുണ്ട്. ബർത്തിന് ശേഷം കൂടുതലായി ഊഗോണിയ ഒന്നും ഓവറിയിൽ ആഡ് ചെയ്യുന്നില്ല. ഈ ഊഗോണിയൽ സെൽസ് ഡിപ്ലോയിഡ് ആണ്. മിയോട്ടിക് ഡിവിഷന്റെ പ്രോഫേസ് 1 എൻട്രി ചെയ്തതിന് ശേഷം അത് അങ്ങനെ സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. ആ സ്റ്റേജിലുള്ള ഊഗോണിയനെയാണ് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഊസൈറ്റിന്റെ ചുറ്റും ഗ്രാനുലോസ സെൽസ് സറൗണ്ട് ചെയ്തിട്ട് അത് ഒരു പ്രൈമറി ഫോളിക്കിളായി മാറും. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള ഏജിൽ ഒരുപാട് ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്തു പോകും. അവസാനം പ്യൂബർട്ടി സമയത്ത് 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആണ് ഓരോ ഓവറിയിലും ബാക്കിയുണ്ടാവുക. ഈ പ്രൈമറി ഫോളിക്കിൾസ് കൂടുതലായും ഗ്രാനുലോസ ലെയേഴ്സ് വെച്ച് സറൗണ്ട് ചെയ്തിട്ട് സെക്കൻഡറി ഫോളിക്കിൾസ് ആയി മാറും. ദെൻ വീണ്ടും ഗ്രാനുലോസ സെൽസ് സറൗണ്ട് ചെയ്തിട്ട് ടെർഷ്യറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. ടെർഷ്യറി ഫോളിക്കിൾസിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്. അതിനെയാണ് ആൻഡ്രം എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെ ടെർഷ്യറി ഫോളിക്കിളിന്റെ ഉള്ളിലുള്ള പ്രൈമറി ഊസൈറ്റ്
അതിന്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. അതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു ലാർജ് സെക്കൻഡറി oocyte-ഉം അതുപോലെ തന്നെ ഒരു ടൈനി ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. ദെൻ ഈ ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡറി oocyte-ല് പ്രൈമറി oocyte-ന്റെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഏകദേശം മുഴുവനും ഉണ്ടായിരിക്കും. അതിനുശേഷം ടെർഷ്യറി ഫോളിക്കിള് മെച്യൂർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറാണ് ചെയ്യുക. സെക്കൻഡറി oocyte-ന് ചുറ്റും ഒരു മെംബ്രെയിൻ ഫോം ചെയ്യും, സോണ പെലുസിഡ. ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തിട്ട് പൊട്ടിയിട്ട് സെക്കൻഡറി oocyte ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഓവ്യുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മെൻസ്ട്രുവൽ സൈക്കിൾ. എല്ലാ ഫീമെയിൽ പ്രൈമേറ്റ്സിലും ഉള്ള റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിൽ അത് പ്യൂബർട്ടി ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൌണ്ട് ഒരു 50 ഇയേഴ്സ് ഏജ് ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റാർട്ടിങ്ങിനെ മെനാർക്ക് എന്നും സ്റ്റോപ്പിങ്ങിനെ മെനോപോസ് എന്നും പറയുന്നു. 28-29 ഡേയ്സിന്റെ ഒരു ആവറേജ് ഇന്റർവെല്ലിലാണ് ഈ സൈക്കിള് നടക്കുന്നത്. മെയിനായിട്ടും 3 ഫേസസ് ആയിട്ട് നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ മെൻസ്ട്രുവൽ ഫേസ്, സെക്കൻഡ് വൺ ഫോളിക്കുലാർ ഫേസ്, തേർഡ് വൺ ലൂട്ടിയൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത് ഈ സൈക്കിളിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു 3 to 5 ഡേയ്സ് ആണ് അത് ഉണ്ടായിരിക്കുക. മെൻസ്ട്രുവൽ ഫ്ലോ നടക്കുന്ന സമയമാണത്. മെൻസ്ട്രുവൽ ഫ്ലോ നടക്കുന്നത് എന്തുകൊണ്ടാണ്? സെക്ഷുവൽ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടും ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടും യൂട്രസിലെ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വജൈനയിലൂടെ എക്സ്പെൽ ചെയ്യുന്നതാണ്. മെൻസ്ട്രേഷൻ ഇല്ലാതിരിക്കുന്നത് ഐദർ പ്രഗ്നൻസിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷന്റെയോ ഇൻഡിക്കേഷൻ ആവാം. സെക്കൻഡ് വൺ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ പ്രൈമറി ഫോളിക്കിൾസ് മെച്യൂർ ആയി ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയി മാറുകയും അതുപോലെ തന്നെ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസ് ആയിട്ടുള്ള LH-ഉം FSH-ഉം സിക്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഗ്രോയിങ് ഫോളിക്കിൾസ് ഈസ്ട്രജൻ സിക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 14th ഡേയിൽ LH-ന്റെയും FSH-ന്റെയും ലെവല് മാക്സിമം ആവും. അങ്ങനെ പെട്ടെന്നുള്ള LH-ന്റെ സിക്രീഷൻ അതിനെ മാക്സിമം ലെവലിൽ എത്തിക്കും. ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ സ്റ്റേജിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. അത് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറിനും അങ്ങനെ ഓവുലേഷനും കാരണമാവുന്നു. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ ബാക്കിയുള്ള റപ്ചർ ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഒരു കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുകയാണ് ചെയ്യുക. കോർപ്പസ് ലൂട്ടിയം ലാർജ് എമൗണ്ടില് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ സിക്രീറ്റ് ചെയ്യും. പ്രൊജസ്ട്രോൺ എൻഡോമെട്രിയത്തിന്റെ മെയിൻ്റെനൻസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. ഫെർട്ടിലൈസേഷൻ ഇല്ലാത്ത കേസിൽ വീണ്ടും ഈ ടിഷ്യൂസ് എല്ലാം ഡീജനറേറ്റ് ചെയ്യുകയും അടുത്ത ഒരു മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻ ചെയ്യുകയും ചെയ്യുന്നു. ഫലോപ്പിയൻ ട്യൂബിലെ ആംപ്യുലറി റീജിയനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓവവും സ്പേമും ഒരേ സമയത്ത് ആംപ്യുലറി റീജിയനിൽ എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കോപ്യുലേഷനും ഫെർട്ടിലൈസേഷനിലേക്കും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലേക്കും എത്താത്തത്, ലീഡ് ചെയ്യാത്തത്. സെക്ഷുവൽ കോണ്ടാക്ട് നടക്കുന്നത് ഓവുലേഷന്റെ ടൈമിലല്ല എങ്കിൽ അത് ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിക്കും കാരണമാവില്ല. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സ്പേം ഓവത്തിന്റെ സോണ പെലുസിഡ ലെയർ ആയിട്ട് കോണ്ടാക്റ്റിൽ വരും. സ്പേം ഹെഡിലുള്ള ആക്രോസോമിലെ എൻസൈംസ് സോണ പെലുസിഡ മെംബ്രെയിനെ പെനെട്രേറ്റ് ചെയ്തിട്ട് ഓവത്തിന്റെ ഉള്ളിലെത്തി അതിനെ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സ്പേം മാത്രമേ ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഫെർട്ടിലൈസേഷന് ശേഷം ഒരു സൈഗോട്ട് ഉണ്ടായിരിക്കും. ഈ സൈഗോട്ട് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഓവിഡക്റ്റിലെ ഇസ്തമസ് മുതൽ യൂട്രസ് വരെ അത് മൂവ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് ആണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അങ്ങനെ ഫർദർ ക്ലീവേജ് ആൻഡ് ഡിവിഷൻ നടന്ന് 2, 4, 8, 16 ഡോട്ടർ സെൽസ് വരെയുള്ള സ്റ്റേജിലേക്ക് എത്തും.
8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള എംബ്രയോനെയാണ് മോറുല എന്ന് പറയുന്നത്. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഉള്ളില് ഒരു ഇന്നർ സെൽ മാസ് ഉണ്ടായിരിക്കും, പുറത്ത് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലെയർ ഉണ്ടായിരിക്കും. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന ലെയറാണ് യൂട്രസിലെ എൻഡോമെട്രിയത്തിനായി അറ്റാച്ച് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ്. ഇംപ്ലാന്റേഷന് ശേഷം ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻസ് ട്രോഫോബ്ലാസ്റ്റിന്റെ മുകളിൽ ഉണ്ടാവും. അതിനെയാണ് കോറിയോണിക് വില്ലി അല്ലെങ്കിൽ കോറിയോണിക് വില്ലൈ എന്ന് പറയുന്നത്. കോറിയോണിക് വില്ലയും യൂട്രീൻ ടിഷ്യൂവും കൂടെ ഒരുമിച്ച് പ്ലാസെന്റ ഫോം ചെയ്യും. പ്ലാസെന്റയാണ് എംബ്രിയോന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി വേസ്റ്റസും എല്ലാം റിമൂവ് ചെയ്യുന്നതും. പ്ലാസെന്റ ഒരു അംബ്ലിക്കൽ കോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എംബ്രയോന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് പ്ലാസെന്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ കൂടെ ആയി ആക്ട് ചെയ്യും. എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ, ഈസ്ട്രജൻ, പ്രൊജെസ്റ്റോജൻ തുടങ്ങിയവയാണ് പ്ലാസെന്റ സിക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ലേറ്റസ്റ്റ് സ്റ്റേജസിൽ ഓവറി റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടെ സിക്രീറ്റ് ചെയ്യും. HCG, HPL, റിലാക്സിൻ ഇവയെല്ലാം തന്നെ സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ മാത്രമാണ് പ്രസന്റ് ആയിരിക്കുക. അത് കൂടാതെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഈസ്ട്രജൻ, പ്രൊജെസ്റ്റോജൻ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ തുടങ്ങിയ ഹോർമോൺസിന്റെയും ലെവല് ബ്ലഡില് ഇൻക്രീസ് ചെയ്യും. ഇതെന്തിനാണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ ഫീറ്റൽ ഗ്രോത്തിനെയും അതുപോലെ തന്നെ മെറ്റബോളിക് ചേഞ്ചസിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇംപ്ലാന്റേഷന് ശേഷം ഇന്നർ സെൽ മാസ് 2 ലെയറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം. അത് കഴിഞ്ഞാൽ ഈ 2 ലെയേഴ്സിന്റെ ഇടയിൽ വേറൊരു ലെയറും കൂടെ ഫോം ചെയ്യും. അതാണ് മീസോഡേം. ഇന്നർ സെൽ മാസിൽ ഉള്ള സ്റ്റെം സെൽസിന് എല്ലാ തരം ടിഷ്യൂസും ഓർഗൻസും ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ജെസ്റ്റേഷൻ ടൈമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രഗ്നൻസിയുടെ 1 മന്ത് അവസാനിക്കുമ്പോൾ എംബ്രയോന്റെ ഹാർട്ട് ഫോം ചെയ്യുന്നു. 2nd മന്ത് അവസാനിക്കുമ്പോൾ ഫീറ്റസിന് ലിംസ് എല്ലാം ഫോം ചെയ്യും. ഫസ്റ്റ് ട്രൈമസ്റ്റർ അവസാനിക്കുമ്പോൾ മേജർ ഓർഗൻസ് എല്ലാം തന്നെ ഫോം ചെയ്തിട്ടുണ്ടാവും. 5th മന്തിലാണ് ഫീറ്റസിന്റെ ഫസ്റ്റ് മൂവ്മെന്റും അതുപോലെ തന്നെ അവരുടെ ഹെഡില് ഹെയർ എല്ലാം ഫോം ചെയ്യുന്നത്. 2nd ട്രൈമസ്റ്റർ അവസാനിക്കുമ്പോൾ ബോഡിയും ഹെയർ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഐലിഡ്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, ഐലാഷസ് ഫോം ചെയ്തിട്ടുണ്ടാവും. 3rd ട്രൈമസ്റ്ററിന്റെ എൻഡ് ആവുമ്പോൾ, അതായത് 9 മന്ത്സ് ആവുന്ന സമയത്ത് ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് ഡെലിവറിക്ക് വേണ്ടി റെഡിയാവും. നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ ആണ്. 9 മന്ത്സ് ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ബേബി പുറത്തു വരുന്ന പ്രോസസ്സിനെ, ചൈൽഡ് ബർത്തിനെയാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. പാർച്ചുറേഷൻ ഒരു കോംപ്ലെക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം കാരണമാണ് നടക്കുന്നത്. അത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നല് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നും അതുപോലെ തന്നെ പ്ലാസെന്റയിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. ആ സിഗ്നൽസ് അതിനെയാണ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഈ സിഗ്നൽസ് കാരണം യൂട്രസിൽ മൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാവാൻ തുടങ്ങും. ഈ കോൺട്രാക്ഷൻസ് എന്ത് ചെയ്യും? മെറ്റേണൽ പിറ്റ്യൂട്ടറിൽ നിന്നും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാനായിട്ട് കാരണമാകും. ഓക്സിറ്റോസിൻ യൂട്രിൻ മസിൽസിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് യൂട്രീൻ കോൺട്രാക്ഷൻസിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കും. അത് വീണ്ടും കൂടുതൽ ഓക്സിറ്റോസിന്റെ സിക്രീഷന് കാരണമാവും. അങ്ങനെ ഈ റിഫ്ലെക്സും അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ സിക്രീഷനും കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് യൂട്രസിലെ കോൺട്രാക്ഷൻസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അത് യൂട്രസിലുള്ള ബേബിയെ ബർത്ത് കനാല് വഴി പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അങ്ങനെയാണ് പാർച്ചുറേഷൻ നടക്കുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് മാമറി ഗ്ലാൻസിലെ, അതായത് ബ്രസ്റ്റിലെ ടിഷ്യൂസിന് ഡിഫറൻഷിയേഷൻ സംഭവിച്ചിട്ട് പ്രഗ്നൻസിയുടെ അവസാനം എത്തുന്നതോടുകൂടി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ പ്രോസസ്സിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ന്യൂ ബോൺ ബേബീനെ ഫീഡ് ചെയ്യാനായിട്ട് മദറിനെ ഹെൽപ്പ് ചെയ്യും. ലാക്ടേഷന്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രത്തില് ഒരുപാട്
ആന്റിബോഡീസ് ഉണ്ട്. അത് ന്യൂ ബോൺ ബേബിയിൽ ഇമ്മ്യൂണിറ്റി, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇൻഫാൻസിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്.